അയ്യോ ആ നീയാണ് ഇതിനകത്ത് അച്ഛൻ വന്ന് ഇവിടെ കുത്തിയിരിക്കുന്നത്. ഞാൻ ആ ടെൻഷനിലിടാവേ. ടെൻഷൻ മാറാൻ വേണ്ടി പറഞ്ഞു വന്നിരുന്നാ മതിയോ? അമ്മയുടെ മുമ്പിൽ പോയി പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുന്നതാ. അയ്യേ നാളെ വലിയ ഈ പ്രായത്തിൽ അച്ഛനെ പേടിച്ച് ഇവിടെ ഒളിച്ചിരിക്കാൻ. പിന്നെ ആവശ്യമില്ലാതെ നമ്മൾ ഓരോന്നൊക്കെ അച്ഛമ്മയെ കുറിച്ച് അപവാദം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നടന്നാൽ പിന്നെ നമ്മൾ ടെൻഷൻ ആവാതിരിക്കുമോ? എന്താ അച്ഛമ്മക്ക് ഇത്രയും പ്രായമായില്ലേ, നാളെയില്ലേ ഇപ്പോഴും ചുമ്മാ അപവാദമൊക്കെ പറഞ്ഞോണ്ടാണ് ഒറ്റ അടി വെച്ച് തന്നാണല്ലോ. ഞാൻ അപവാദം ഒന്നും പറഞ്ഞിട്ടില്ലാവേ. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ആര്? അമ്മാവൻ. യു മീൻ അച്ഛമ്മയുടെ മറ്റേ അനിയൻ? എനിക്ക് വേറെ ഏതാടാ അമ്മാവനോ? അമ്മാവൻ എന്ത് പറഞ്ഞു? അങ്ങേര് അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്വത്തൊന്നും കൊടുത്തിട്ടില്ല എന്ന് അമ്മ എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ അമ്മാവനെ ഫോൺ ചെയ്ത് പറഞ്ഞു എന്ന് കമ്മാവന്റെ ഭാര്യയോട് പറഞ്ഞു. ആ കമ്മായി അത് കേട്ട മാത്രമേ നമ്മുടെ അമ്മയോട്, അമ്മ തുള്ളാൻ വിളിച്ചപ്പാടിനെ പോലെ ഇരിക്കുകയാണല്ലോ, അമ്മയെ വിളിച്ചത് പറഞ്ഞു. അമ്മ ഇപ്പൊ എന്നെ ഇട്ടോണ്ട് ഓടിക്കുകയാണ്. ഈ നര വീണ എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പത് എന്തുവാ കാര്യം? എന്തുവാ ഇവർക്കെല്ലാം ഒരു ഊള സ്വഭാവം ഉണ്ടെന്നേ വയസ്സായി കഴിഞ്ഞാൽ. എന്ത് ഊള സ്വഭാവം? ഇപ്പൊ അവരെന്നെ പറ്റി അല്ലേടാ ഇങ്ങനെ ഈ ഓരോ കള്ളത്തിലൊക്കെ പറഞ്ഞു നടക്കുന്നത്. പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ തമ്മിൽ അടി ഉണ്ടായി, അമ്മാവനും അച്ഛനും തമ്മിൽ. അമ്മാവൻ തോറ്റു. അപ്പൊ അമ്മാവൻ എന്തോ ചെയ്യും? വാശി തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ അബോധം അച്ഛനെ പറ്റി അങ്ങ് പറയും. അപ്പൊ അങ്ങനൊരു സുഖം. വയസ്സായ എല്ലാം ഇങ്ങനെ. അപ്പൊ എന്നെ പറ്റിയാ ഇവരെല്ലാം കൂടെ അപവാദം പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മളെ കാര്യം പക്ഷേ ഒരു ചൂണ്ട ഉണ്ട് അവിടെ. എന്തോന്ന് ചൂണ്ട? ഇപ്പൊ അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നല്ലേ ഉള്ളൂ. അമ്മാവന് വേണ്ടത് അച്ഛൻ ഇതും കൊണ്ട് അച്ഛമ്മയുടെ അടുത്ത് ഒരു അടിയുണ്ടാ. അതായത് അച്ഛനോട് പറയും അമ്മ ഇങ്ങനെ അമ്മാവൻ പറഞ്ഞു. അപ്പൊ അച്ഛമ്മ അറിയും, അച്ഛമ്മ അമ്മായിയെ വിളിക്കും, അമ്മായി തിരിച്ചു വിളിക്കും. ഇവിടെ കിടന്ന് അടിയും ബഹളമായി. അപ്പൊ ആര് ജയിച്ചു? അമ്മാവൻ ജയിച്ചു. അപ്പൊ ഇത് അച്ഛമ്മ അറിഞ്ഞില്ലെങ്കിൽ ആര് ജയിച്ചു? നമ്മൾ ജയിച്ചു. അങ്ങയുടെ പ്ലാൻ പടക്കം ചീറ്റിപ്പോയി. ഇപ്പൊ ഈ അമ്മയുടെ രക്ഷപ്പെടാൻ ഞാൻ എന്തോ ഇവിടെ അതാ പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെയൊക്കെ പാത്ത് നടന്നു അച്ഛമ്മയുടെ മുന്നിൽ പറയണ്ട. പെട്ട അച്ഛമ്മ അതും കൂടെ നടപ്പുണ്ടോ അവിടെ? അപ്പൊ ഇത് അമ്മയോട് ചോദിക്കാൻ വേണ്ടേ? അറിഞ്ഞതായിട്ട് വായിക്കണ്ട. ഇങ്ങനെ നടന്നാ മതി. അത് ഞാൻ പറഞ്ഞില്ല. എന്താ അമ്മാവൻ ഇങ്ങനെ നടന്നാ മതി. ഉറപ്പാണ്? നീ പറയണ കേട്ടോ അവസാനം ഞാൻ പോയി വല്ല വെട്ടിലും വീഴരുത്. എന്തോ അച്ഛാ പറയുന്നേ? ഇത് അറിഞ്ഞായിട്ട് വായിച്ചാ പിന്നെ അടുത്ത അടി വീട്ടിലുണ്ടാവൂലേ? അമ്മാവന് വേറെ പണിയൊന്നുമില്ല. അയ്യേ നീ കാര്യമായിട്ടാണല്ലോ അല്ലേ ഇതെല്ലാം പറഞ്ഞു? നമ്മളങ്ങ് ഇതിലെ കൂടെ അങ്ങ് വിടുക. റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ട, അത്രേ ഉള്ളൂ. ഐഡിയ. ഗുഡ് ബോയ്. ഓക്കെ, താങ്ക് യു. ഗുഡ് ബോയ്. ബൈ. കൃഷ്ണ, കട്ടൻ ചായ ഉണ്ടാക്കിട്ടേ? അപ്പച്ചിക്ക് കട്ടൻ ചായ മതിയോ? പാൽ ചായ വേണ്ടല്ലോ. പാൽ ചായ വൈകുന്നേരം മതി. ഇപ്പൊ കട്ടൻ ചായ മതി. മറ്റേ കടുപ്പം കൂട്ടിയിട്ട് വേണോ കുറച്ചിട്ട് വേണോ? കടുപ്പം മീഡിയം മതി. മധുരം കൂട്ടിക്കോ. എന്നാ ഓക്കെ. അല്ല, എന്താ പരിപാടി മോളെ? എന്താ പരിപാടി? അപ്പച്ചിക്ക് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാൻ പോണു. സരിത കുറച്ച് ഇങ്ങോട്ടൊന്ന് പറയുന്നേ. ഒന്ന് കാലും കയ്യെല്ലാം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഒന്നിങ്ങനെ നോക്കട്ടെ. ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്നൊന്ന് ചെയ്. ഡ്രസ്സൊന്നുമില്ല. ഡ്രസ്സിനല്ല, ഒന്ന് കാലും കയ്യൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്നാക്കിയേ. കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ. എന്നാ പിന്നെ അവര് തന്നെ ഉണ്ടാക്കുക. ഞാൻ അവളോടല്ലേ ചായ ഉണ്ടാക്കാൻ പറഞ്ഞത്, നിങ്ങളോടല്ലല്ലോ. അവക്ക് പ്രശ്നമില്ല, പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്. നിനക്ക് പ്രശ്നമുണ്ടോടി? എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെന്താണ്? ചായപ്പൊടിയും പഞ്ചസാരയും ഇല്ല, അതാ പ്രശ്നം. അവിടെ ഇരിപ്പുണ്ട് ചായപ്പൊടി പഞ്ചസാരയും. കണ്ട, പിള്ള മനസ്സിൽ കള്ളമില്ല. ചായ ഉണ്ടാക്കും മുത്തേ. നീ ഉണ്ടാക്കൂടി? ഉണ്ടാക്കും. വെള്ളം പിന്നെ ഉണ്ടാക്കി തരാം. പിന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ. ഞാൻ ഉണ്ടാക്കി തരാം എന്റെ പൊന്നോ. എന്നാ അത് നിങ്ങൾ അറിയണ്ട. അല്ല, ഈ വീട്ടിൽ നടക്കുന്ന കാര്യം ഞാൻ അറിയണ്ടേ? എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടോ? പിന്നെ അറിയണ്ടേ? നീ ചായ ഉണ്ടാക്കും മോളെ. അത് കൂണാന്ന് പറഞ്ഞോണ്ടിരിക്കും. ഒരു ഗ്ലാസ് മതി. കൃഷ്ണ, എന്താ കാര്യം? എന്നാ ഒന്നുമില്ല അമ്മ, ഞാൻ പിന്നെയാണ് പറയാം. അപ്പൊ നീ എന്നോട് പറയത്തില്ല? ചേടാ, അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയണോ? ഇനി നീ അമ്മ കുമ്മാന്ന് വിളിച്ചിട്ട് വാ. ഞാൻ വരാം. വരാൻ പാടില്ല എന്നാ പറഞ്ഞത്. എന്നാ വരണില്ല. മോള് ചായ ഉണ്ടാക്കിക്ക. അതെ, അല്ലെ ചായ വേണ്ട, മൂട് പോയി. പിന്നെ കുടിക്കാം. ശരി. ജോലി കിട്ടിക്കോട്ടെ, ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ട്.